ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മൈലാടിയിലുള്ള ഐറ സ്പോർട്സ് ഹബിലാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടർഫുകളിലൊന്നാണ് ഐറ സ്പോർട്സ് ഹബ്ബ്. ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ അൻസർക്കായ്ക്ക് തന്നെ ആദ്യത്തെ നന്ദി അറിയിക്കുന്നു. ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും എൻജോയ് ചെയ്യാനും പിന്നെ അവർക്ക് ഫ്രീ സമയങ്ങളിൽ വർക്കൗട്ട് ചെയ്യാനും എല്ലാം ഉള്ള ഒരു അടിപൊളി സ്പേസാണ് ഐറ സ്പോർട്സ് ഹബ്ബ്. ഒത്തിരി ആക്ടിവിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്രിക്കറ്റ് ടർഫ്, ഫുട്ബോൾ ടർഫ്, ബാഡ്മിൻ്റൺ, സ്കേറ്റിങ്, അതുപോലെ സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പാർക്ക്, ഓപ്പൺ ജിമ്മ്, പാർട്ടി ഹാള്, റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, പിന്നെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സംരംഭമാണ് നമ്മുടെ അൻസർക്ക മൈലാടിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത്. ഐറ സ്പോർട്സ് ഹബിൻ്റെ കൂടുതൽ വിശേഷം നമ്മുടെ സുഹൃത്തും പിന്നെ ഐറ സ്പോർട്സ് ഹബിന് അടുത്ത് താമസിക്കുന്ന ടിറ്റോയോട് പങ്കുവെക്കാം. ടിറ്റോ, നമസ്കാരം. നമസ്കാരം. നമുക്ക് ഐറ സ്പോർട്സ് ഹബിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചേ. തീർച്ചയായും. നമുക്ക് ഇത്രയും വലിയൊരു ഫെസിലിറ്റി നമുക്ക് അൻസാറൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഫുട്ബോൾ ടർഫ്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ടർഫ്, എല്ലാ സംവിധാനം, പാർക്ക്, ഹോട്ടല്. നമുക്ക് ഇതുപോലെ ഒരു കൊച്ചു ഗ്രാമമായ മൈലാടി ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഞാനൊരു 4 വർഷമായിട്ടുള്ള വരുന്നതാണ്. ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഞാൻ പോയി ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. വേറെ നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം വിശാലമായ കാർ പാർക്കിങ്, ഇവിടുത്തെ സർവീസ്, സ്റ്റാഫ്, പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റികൾ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് എല്ലാം നല്ല ആക്ടിവിറ്റികളാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാഫ്, അതുപോലെ തന്നെ അൻസാർക്ക എല്ലാവരും നല്ല ഇടപെടലാണ്. അതുപോലെ തന്നെ സാധാരണക്കാരന് വന്നു പോകാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് സാധാരണക്കാരന് പറ്റുന്ന ചാർജേ ഉള്ളൂ. ഫീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാ സൗകര്യങ്ങളാണ് മെയിൻ. ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമ്മുടെ കോട്ടയം ജില്ലയിലില്ല. ഇത്രയും ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോട്ടയം ജില്ലയിലില്ല. ഐറ സ്പോർട്സ് ഹബിൻ്റെ സ്റ്റാഫും നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള രാഹുലിനോട് ഐറ സ്പോർട്സ് ഹബിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫുട്ബോൾ ടർഫ്, പിന്നെ അതിനുശേഷം വരുന്നത് ക്രിക്കറ്റ് ടർഫ്, അതിനുശേഷം വരുന്നത് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. അതാണ് ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂളാണ് ആൾക്കാർ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സ്വിമ്മിംഗ് പൂള്. രണ്ടാമത് വരുന്നത് നമ്മുടെ കിഡ്സ് പാർക്ക്, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പണിത് വെച്ചിരിക്കുന്ന കിഡ്സ് പാർക്ക്. അതിനുശേഷം വരുന്നത് നമ്മുടെ പാർട്ടി ഹാൾ കല്യാണം, പലതും നമുക്ക് അവിടെ സൂട്ടബിൾ ആണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ ജ്യൂസ് പാർലർ, രണ്ടാമത് ഹോട്ടൽ, പിന്നെ അൽത്തമാർ. അതിപ്പോൾ നമുക്ക് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും അവിടെ ഉണ്ട്. അതിനുശേഷം വരുന്നത് സലൂൺ, യൂണിസെക്സ് ആണ്, ബ്രൈഡൽ മേക്ക് ഓവർ. പിന്നെ അതിനുശേഷം വരുന്നത് ഹെവി സ്പോർട്സ്, അവിടെ സ്പോർട്സ് ഐറ്റംസ് എല്ലാം ലഭ്യമാണ്. പിന്നെ വരുന്നത് ക്യാമറ ആർട്സ്, അവിടെ നമുക്ക് ഇപ്പൊ കല്യാണ വീഡിയോകള്, പ്രിന്റിങ്, അങ്ങനെ എല്ലാം ഫ്ലെക്സ് പ്രിന്റിങ് എല്ലാം ലഭ്യമാണ്. അവിടെ ധാരാളം ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ തിരക്കി വരുന്നുണ്ട് ആ ചായ കുടിക്കാൻ വേണ്ടി തന്നെ. അതിനുശേഷം ഹൈപ്പർ മാർക്കറ്റ്, അവിടെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് ലോഞ്ച് ചെയ്തതായിരിക്കും. പിന്നെ നമുക്ക് സ്കേറ്റിംഗ്, നമുക്ക് ട്രെയിനിങ് സെക്ഷൻ എന്ന് പറയുന്നത് ട്രെയിൻ സെക്ഷൻ ഒരുപാട്. സ്വിമ്മിംഗ് ട്രെയിനിങ്, ഓൾമോസ്റ്റ് സ്വിമ്മിംഗ് ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ അവിടെ നടക്കുന്നത്. അൻസർ സാറാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത് വരുന്നത് സ്കേറ്റിങ്, സ്വിമ്മിങ്, സ്കേറ്റിങ്. പിന്നെ ഓപ്പൺ ജിമ്മൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. അത് കാർഡിയോ സിസ്റ്റമാണ്. രാവിലെ നമുക്ക് വോക്കിങ്ങിനുള്ള എല്ലാ സെക്ടറിലും എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ആറാസിൻ്റെ ഹൈലൈറ്റ് ആയ LED വാളിനെ കുറിച്ചാണ്. അഡ്വർടൈസ്മെൻറ്റ്, പിന്നെ ലൈവ് സ്ട്രീമിങ്, അങ്ങനെ ഇതെല്ലാം ഇവിടെ വിഷ്വലൈസ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് ഈ LED വാളിനെ പ്രതീക്ഷിച്ച് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ LED വാളിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ചാർജസ് കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ ടർഫിന്റെ ഫുട്ബോൾ ടർഫ് എന്ന് പറയുമ്പോൾ രണ്ട് ഏരിയ ആണ് കണക്കാക്കുന്നത്. അതൊന്ന് ഹാഫ് കോട്ട്, അതിനുശേഷം വരുന്നത് ഫുൾ കോട്ട്. ഇതാണ് ഹാഫ് കോട്ട്, ഇതാണ് ഹാഫ് കോട്ട്. ഈ ഒരു ഏരിയ ഹാഫ് കോട്ട്. ഹാഫ് കോട്ട് എന്ന് വരുന്നത് മണിക്കൂർ 1000. ഫുൾ കോട്ട് എന്ന് പറയുന്നത് മണിക്കൂർ 2000. അങ്ങനെയാണ് നമുക്ക് ക്രിക്കറ്റ് ടർഫിന് ചാർജ് വരുന്നത് 2 മണിക്കൂർ 2500. പൂളിന് ചാർജ് വരുന്നത് നമുക്ക് പെരക്കെട്ട് 225. അത് നമുക്ക് ചെറിയ ഓഫറുകളൊക്കെ ഉണ്ട്. നമുക്ക് ടൈം നമുക്കിപ്പം 24 ആണോ അതോ
24 hour വർക്കിംഗ് ആണ്. ഓക്കെ ഓക്കെ. എപ്പോഴും ഇവിടെ ആള് കാണും. ആ സാറ്റർഡേ സൺഡേ ആയിരിക്കും തിരക്ക് കൂടുതലുള്ള. സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാണ്. വെക്കേഷൻ വരാൻ പോവുകയാണ്. വെക്കേഷൻ വരാൻ പോകുമ്പോൾ അതിൻ്റെതായ ഭയങ്കര തിരക്കുകളാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഇതായത് കൊണ്ട് നമുക്ക് ഇച്ചിരി തിരക്ക് വരാൻ കുറവായിരിക്കും. പക്ഷെ എങ്കിലും പിന്നെ അതിനുശേഷം ഒരുപാട് നമുക്ക് ടോയ് കാർസ് ഉണ്ട്. കിഡ്സ് പാർക്കിൽ ടോയ് കാർസ് ധാരാളം ഉണ്ട്, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും. പിന്നെ നമുക്കൊരു നമുക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ മയിലാടി തന്നെ നമ്മള് പഴയ ഒരു കണ്ടീഷൻ വെച്ചാണെങ്കിൽ ടർഫ് വന്നതോടുകൂടി വലിയൊരു മാറ്റമാണ്. മയിലാടിയെ കുറിച്ച് അറിയാത്ത ആരുമില്ല. നേരത്തെ ഒക്കെ മലയാളി പല വണ്ടികളും നിർത്താതെ പോയിട്ടുണ്ട്. ഇപ്പൊ ഏത് വണ്ടിയും മലയാളി നിർത്തുന്നത്. ഏത് വണ്ടി മയിലാടി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടായിട്ട് മാറി. മലയാളി ടെറഫ് ആണോന്ന് വെച്ചു. ടെറഫ് എന്ന് ഇപ്പൊ സാധാരണ ഞാൻ ദിവസം ബസ്സൊക്കെ കയറിയപ്പോഴത്തേനും ടിക്കറ്റ് വെച്ചപ്പം ടെറഫ് എന്നാ പറയുന്നത്. ടെറഫ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കൊണ്ട് വണ്ടി നിർത്തുക. പിന്നെ ഇപ്പം പുതിയ ഇനി ഷോപ്പുകളും എല്ലാം ഇനി വരാനുണ്ടല്ലേ? നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പം വരാനുള്ളത് നമുക്കിപ്പം ഓൾമോസ്റ്റ് നമുക്ക് ട്രെയിനിങ് സെക്ഷൻ ഒക്കെ വരാനുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഉള്ളത് ഫുട്ബോൾ ട്രെയിനിങ്, സ്വിമ്മിങ്, സ്കേറ്റിംഗ് ആണ്. ഈ 3 സെക്ഷൻ. നമുക്ക് ക്രിക്കറ്റിനാണ് നമുക്ക് ഇനി അടുത്ത് നോക്കുന്നത്. നമുക്ക് ക്രിക്കറ്റിന് ഔട്ട് പിച്ച് കൊണ്ട് നമ്മളിപ്പം ഇവിടെ നോക്കാം. അതായത് നമുക്ക് നെറ്റ് പ്രാക്ടീസിനുള്ള സെറ്റ് ഒരു ഇതാണ് സാങ്കേതിക നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്കേറ്റിംഗിന്റെ ഒക്കെ നമുക്ക് ഏജ് 4 വയസ്സ് തൊട്ട്. ബാഡ്മിന്റൺ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ബാഡ്മിന്റൺ അവിടെ സെറ്റ് ചെയ്തിരിക്കുക. നമുക്കൊന്ന് കഴിക്കണമെന്നുണ്ടോ? പെട്ടെന്ന് കഴിക്കാം. ഹോട്ടലിലോട്ട് പോവാം. നമുക്ക് സ്നാക്സ് മേടിക്കുന്നുണ്ടോ? അവിടെ കടകളുണ്ട്. സ്നാക്സിനുള്ള എല്ലാ സെറ്റും. അത് നമുക്കൊന്ന് ജ്യൂസ്, നമുക്ക് ബോഡി ഒന്ന് കുളിർന്നത് കാരണമെങ്കിൽ അവിടെ നമ്മുടെ ടിൻഡി കഫേ, നമ്മുടെ ടിൻഡി കഫേ എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടണമെന്നില്ല. നമ്മുടെ ഈ ഒരു ഏരിയ തന്നെ എല്ലാം ഉണ്ട്. പറയുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പെട്ടെന്ന് എന്താണോ നമുക്ക് അതെല്ലാം നമ്മുടെ കയ്യിൽ. ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. വീണ്ടും കാണാം. ഓക്കെ.